إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ-മാഇദ 119 വചനത്തിന്റെ വ്യാഖ്യാനം നോക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. മഅ്ശറാ വൻസബീൽ വലിയൊരു ജനാവലി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവിടെ വെച്ച് അല്ലാഹുവിന്റെ പ്രസ്താവന വരികയാണ്. അതാണ് ഈ ആയത്തിന്റെ സന്ദർഭം. അല്ലാഹു പറഞ്ഞു, ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും. ഹാദാ യൗമുൻ, ഇതൊരു ദിവസമാണ്, യൻഫഉ ഉപകാരപ്പെടുന്ന ദിവസമാണ്, അസ്വാദിഖീന സത്യവാന്മാർക്ക്, സിദ്ഖുഹും അവിടെ സത്യം എന്ന് പറഞ്ഞാൽ ഐഹികമായ ഈ ദുനിയാവിൽ അല്ലാഹു നൽകിയ അജല് ഒരു അവധിയുണ്ട്. ആ അവധിക്കുള്ളിൽ സത്യം പറഞ്ഞുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് അതേപോലെ സത്യപാതയിൽ അടിയുറച്ചു നിന്നവർക്ക് അവരുടെ സ്ഥിതിക്ക് ആ സത്യസന്ധത ഉപകാരപ്പെടുന്ന ഒരു ദിവസമാണ്. ആ ദിവസം അശറാവൻസബയിലെ യൗമുൽ ഖിയാമത്തിലെ ആ ദിവസം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മെ ഉണർത്തുകയാണ്. ആ ദിവസത്തിന്റെ ആ ഭാഗ്യം വിജയം നമ്മെ ഉണർത്തിക്കൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത്. ലഹും, അവർക്കുണ്ട്, ആ സത്യവാന്മാർക്കുണ്ട്, ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗാരാമങ്ങൾ ഉണ്ടവർക്ക്. ഖാലിദീന ഫീഹാ അബദ, അതിൽ അവർ നിത്യവാസികളായിരിക്കും. നോക്കൂ നിങ്ങൾ, അല്ലാതെ മഅ്ശറാ വൻസബീൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് സത്യം പറഞ്ഞവർ രക്ഷപ്പെടുമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഐഹികമായ ദുനിയാവിൽ തന്നെ സത്യം പറയുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും വേണം. റളിയല്ലാഹു അൻഹും, അവരെ തൊട്ടുള്ള തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അത്തരം സത്യവാന്മാരുള്ള തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വറളു അൻഹു, അവരും ആ സത്യം പറഞ്ഞവർ അല്ലാഹുവിനെ കൊണ്ടും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ദാലികൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ ഭാഗ്യം അല്ലെങ്കിൽ മഹത്തായ വിജയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. അത്തരം വലിയ മഹത്തായ വിജയമാണ് അവർക്ക് ലഭിക്കാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഭാഗ്യവാന്മാരിൽ ചേർത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.